അമ്മയുടെ പ്രസിഡൻ്റാണ്, ഇപ്പോഴും പ്രസിഡൻ്റാണ്. ഓ ഇപ്പോഴും പ്രസിഡൻ്റാണ്. ശരി. പിന്നെ അമ്മയിൽ നിന്നൊക്കെ ഞാനങ്ങ് വിട്ടു. കാരണം എന്ന് വെച്ചാൽ അത് അമ്മയിൽ നിന്ന് വിടുന്നതെന്നല്ല, കാരണം അമ്മയിൽ നിന്ന് വിട്ടപ്പോൾ മോഹൻലാലിന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയില്ലേ. ചില സ്ഥലങ്ങൾ നല്ലതല്ല, ചില സ്ഥലങ്ങൾ നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല. ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയില്ലേ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ. ചെറിയ പ്രതീക്ഷയുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ. അല്ല, ഞാൻ നേരത്തെ വിട്ടു. ഞാൻ ഒരു 4-5 കൊല്ലം മുമ്പേ അമ്മയിൽ നിന്ന് വിട്ടു. കാരണം സാധാരണ ഒരു അംഗമായി തുടരുന്നു എന്നുള്ളത്. എന്താ ഇതിന് ഇലക്ഷൻ നിന്നില്ല, അതിന്റെ ഭാരവാഹിത്വത്തിൽ മാറി നിൽക്കാൻ വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം എന്നും കോൺട്രവേഴ്സികളാണ്. ഞാൻ എല്ലാ കോൺട്രവേഴ്സിയിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മാറിയാണ്. അല്ല, വിരോധിച്ചൊന്നുമില്ല. അമ്മയായിട്ട് നല്ല സഹകരണം. ഇപ്പോഴും അവരെന്ത് കാര്യം പറഞ്ഞാലും ഞാൻ കേൾക്കാം, ഒരംഗം എന്ന നിലയിൽ. പക്ഷേ എനിക്കിപ്പോഴും അതിനകത്തൊരു സ്വാധീനമുണ്ട്. കാരണം വനിതകൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്ന എൻ്റെ പ്രസ്താവനയാണ്. തുടക്കം എല്ലാവരും വനിതകളായല്ലോ. പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. വിവാദങ്ങളൊന്നും ഇല്ല പോകുന്നത്. വിവാദമില്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയോഗിച്ചൊരടവാണ്. അതേറ്റു. ആ ഇലക്ഷനിൽ അവർ ജയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അവർക്ക് പോലും പേടിയായിരുന്നു. പക്ഷെ അവർ തന്നെ ജയിക്കും, ഈ വനിതകൾ തന്നെ ജയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഈ സിനിമയിലെ ഇതുണ്ടാക്കിയത് കാലത്ത് ഞാനാണ് ഇതിൻ്റെ. ഞാനും മണിയമ്പിള്ള രാജുവും കൂടിയാണ് ഇതിൻ്റെ. വേണു നാഗവള്ളി, MG സോമൻ, മുരളി, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇത് തുടങ്ങുന്നത്. മണിയമ്പിള്ള രാജും ഞാനും കൂടിയാണ് ഇവരെ എല്ലാവരെയും, ലാലേട്ടനെയും മമ്മൂക്കയും എല്ലാവരെയും ഇതിനകത്ത് അവർ നമ്മൾ സഹകരിച്ചു. നിങ്ങൾ എന്താണ് ആയിക്കോ ഞങ്ങൾ ലാലേട്ടനും പിന്നെ മമ്മൂട്ടിയും അന്ന് സുരേഷ് ഗോപി സ്റ്റാറായിട്ട് വരെയാണ് 50,000 രൂപ വെച്ച് തന്നു. 1.5 ലക്ഷം രൂപയാണ് നമ്മുടെ മൂലധനം. അതുകൊണ്ട് എൻ്റെ കാറിൽ പൈസയൊക്കെ നമ്മൾ തന്നെ, പെട്രോൾ അടിക്കുന്നതൊക്കെ നമ്മൾ തന്നെ. ഞാനും മണിയമ്പിള്ള രാജും കൂടി തിരുവനന്തപുരത്ത് പുറപ്പെടുകയാണ്. അങ്ങ് കോഴിക്കോട് വരെ യാത്ര ചെയ്ത് ഞങ്ങൾ പോകുന്നവരെല്ലാം വീടുകളിൽ ചെന്ന് മെമ്പർഷിപ്പ് ചേർക്കുകയാണ്. അന്ന് 2,500 രൂപയാണ് ഒരു ടെമ്പററി മെമ്പർഷിപ്പ്. അതെടുക്കാനേ ആളുടെ തയ്യാറ്. 10,000 വെച്ചെടുത്തൊരു വളരെ കുറവാണ്. അപ്പോൾ സുരേഷ് ഗോപി ഒറ്റ ഡിമാൻഡ് വെച്ചു, 1ാമത്തെ മെമ്പർഷിപ്പ് ഈ കാറിന് എനിക്ക് തരണം. അങ്ങനെയാണ്. സുരേഷ് ഗോപിയാണ് 1ാമത്തെ കാർഡ്, 2ാമത്തെ കാർഡ് എൻ്റെ, 3ാമത്തെ മണിയമ്പിള്ളയാണ്. ഇതാണ് അമ്മയുടെ മെമ്പർഷിപ്പിൻ്റെ നമ്പർ. അപ്പോൾ സുരേഷ് ഗോപി 50,000 രൂപ തരാം, നീ 1ാമത്തെ നമ്പർ എനിക്ക് തരണം. ശരി, 50,000 രൂപ കിട്ടുന്നില്ല, 1ാമത്തെ നമ്പർ കൊടുത്ത് സംഘടന തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1ാമത്തെ മെമ്പർ സുരേഷ് ഗോപി, 2ാമത്തെ മെമ്പർ ഞാനും, 3ാമത്തെ മെമ്പർ മണിയമ്പിള്ള രാജു.